നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. കൂട്ടരെ, ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്ക് കണ്ടൻറ്റ് കിട്ടുന്നില്ല, എൻ്റെ കയ്യിൽ നല്ല ഫോണില്ല, എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ല, എൻ്റെ കയ്യിൽ മൈക്കില്ല, നല്ല പ്ലേസ് ഇല്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരാവശ്യമില്ല എനിക്കുണ്ടാ. എനിക്ക് ക്യാമറയില്ല, മൈക്കില്ല, നല്ല സെറ്റില്ല, പ്ലേസ് ഇല്ല. പിന്നെ കണ്ടൻറ്റ് നമ്മൾ സ്വയം നമ്മൾ തീരുമാനിക്കുന്ന കണ്ടൻറ്റ്, നമ്മുടെ ലൈഫിൻ്റെ ജീവിത സാഹചര്യങ്ങളെ കണ്ടൻറ്റാക്കാം. പിന്നെ നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ കണ്ടൻറ്റിന് ഒരു ക്ഷാമവുമില്ല. മോട്ടിക്കണമെന്നില്ല, അതായത് നമ്മൾ ന്യൂസ് ചാനൽ കണ്ടാലും നല്ല നല്ല കാര്യങ്ങളിലെടുത്ത് അത് നിങ്ങളെ ഒരു അഭിപ്രായമായിട്ട് നിങ്ങൾക്ക് കണ്ടൻറ്റായിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നെഗറ്റീവ് കാര്യങ്ങൾ എടുക്കരുത്. പാർട്ടി അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാതെ ചർച്ചാ വിഷയം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇതിലൊന്നും വേണ്ട. അപ്പം നമ്മളതിലൊരു സ്മാർട്ട് ഫോണുണ്ട്. ഇപ്പം പലരും വിഷമിച്ചിട്ട് ചേട്ടാ നല്ല മൊബൈലില്ല, എനിക്കില്ല, ക്യാമറയില്ല, എനിക്കില്ല, മൈക്കില്ല, അതെനിക്കില്ല, അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം അത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ 100% കിട്ടും. പിന്നെ അവൻ എന്ത് വിചാരിക്കും, ബന്ധുക്കൾ എന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനത്തെ നെഗറ്റീവ്സിനെ മൊത്തം എടുത്ത് കളയുക. അവർ പറയാനുള്ളവർ പറഞ്ഞിട്ടങ്ങ് പോട്ടെ. പിന്നെ രണ്ടാമത്തെ കേസ്, കൂട്ടുകാരെയോ ബന്ധുക്കളെയോ സഹോദരന്മാരെയോ കണ്ട് നിങ്ങൾ ഫേസ്ബുക്കോ ബിസിനസ്സോ ഒരു കാര്യവും ചെയ്യരുത്. അവർ സപ്പോർട്ട് ചെയ്യില്ല. എൻ്റെ ഒരു ഇതാണ്. നിങ്ങളെ എങ്ങനെയെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കണ്ടൻറ്റ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് കമൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യണത്. നിങ്ങൾ എൻ്റെ കമൻറ്റൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ ഉഗാണ്ടയിലുള്ളവരൊക്കെയാണ് എനിക്ക് കമൻറ്റ് ചെയ്യണത്, കണ്ടിട്ടും പോലും ഇല്ല. അതുകൊണ്ട് കൂട്ടുകാരെ, ബന്ധുക്കാരെ, സഹോദരൻ ആരെയും അവരൊക്കെ നമ്മളെ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റാണ്, അവർ കാണുന്നുണ്ട്, നമ്മളെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ ഒരു വിരൽ സ്പർശം ഭയങ്കര പാടാണ് ഈ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനൊക്കെ. പിന്നെ രണ്ടാമത്തെ കേസ്, സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങളെ സ്വാർത്ഥ സ്വഭാവം കഴിയുന്നത് ഒഴിവാക്കുക. അതായത് 1 മണിക്കൂർ അല്ലെങ്കിൽ മിനിമം ഫേസ്ബുക്കിൽ ചിലവഴിക്കുക. ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ സ്വാർത്ഥരാവല്ലോ, നമ്മളെ പോസ്റ്റിന് മാത്രം കമൻറ്റ് ചെയ്യണം, നമ്മളെ പോസ്റ്റിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള അതൊക്കെ സ്വാർത്ഥ താല്പര്യമാണ്. അങ്ങനെ ഒരിക്കലും വിചാരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് വൈറലാവാൻ ചാൻസ് ഒരിക്കലും കിട്ടില്ല. നമ്മൾ ബാക്കിയുള്ളവരെ പോസ്റ്റ് വാച്ച് ചെയ്യുക, അവർക്ക് ലൈക്ക് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് വരുന്ന കമൻറ്റ് നമ്മൾ തിരിച്ച് അതേപോലെ റിപ്ലൈ കൊടുക്കുക. അതാകുമ്പോൾ ഫുൾ ആക്ടിവിറ്റീസ് അങ്ങ് നടന്നുകൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കലി നമുക്ക് വ്യൂസും കാര്യങ്ങളും കൂടാൻ ചാൻസാണ്. എല്ലാവർക്കും മറുപടി കൊടുക്കുക, മാക്സിമം ശ്രമിക്കുക. 1 മണിക്കൂർ, ഇപ്പോൾ നമ്മൾ എന്തായാലും 8 മണിക്കൂർ ജോലി ചെയ്യുന്നു, 1 മണിക്കൂർ ഈ ഫേസ്ബുക്കിന് ഈ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അതിൽ നിന്നുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് കിട്ടും. എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളെയൊക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ടാണ്. അല്ലാതെ നമ്മൾ പേടിച്ച് അല്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞാൽ മാറി നിന്നിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ എല്ലാവരും ഒന്നും പഠിച്ചുകൊണ്ടല്ലല്ലോ പറയുന്നത്. ഞാൻ 10-12 വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. ഇത് പല രീതിയിൽ ഉപയോഗിക്കാം. ഇത്രയും വർഷമായിട്ട് 12 വർഷമായിട്ട് ഉപയോഗിച്ചിട്ട് ഒരാളും പോലും എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പേര് ഭർത്താക്കന്മാർ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഭാര്യമാരെ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒളിച്ചോട്ടം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മളെ ക്യാരക്ടർ നമ്മൾ ഉപയോഗിക്കും പോലെ ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ബിസിനസ്സിന് വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം, കണ്ടൻറ് ക്രിയേഷന്, അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പല രീതിയിൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ സാധിക്കുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്നെപ്പോലത്തെ ഒരു നിസ്സാരക്കാരന് വരുമാനം $1 ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് 100% ചെയ്യാൻ സാധിക്കും. ധൈര്യമായിട്ട് പോവുക. എന്തായാലും വീഡിയോ കൂടെ പിടിച്ച് തിന്നണമെന്നും പോകണില്ല. പിന്നെ നല്ല നല്ല കണ്ടൻറ്റ് ചെയ്യുക. ഈ ശത്രുത, രാഷ്ട്രീയം, ജാതി അങ്ങനത്തെ കണ്ടൻറ്റ് എടുക്കാതിരിക്കുക. നിങ്ങളെ ആക്ടിവിറ്റീസ്, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ, നിങ്ങളെ യാത്രകൾ. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാലും ഞാൻ ചായ കുടിക്കുന്ന വരെ ഞാൻ വീഡിയോ ഇടും. അതെൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും, നെഗറ്റീവ് വിചാരിക്കും, അതിലൊന്നും യാതൊരു കാര്യമില്ല. ആരെ സർട്ടിഫിക്കറ്റ് എനിക്കിനി കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കുക, അത് ആ രീതിയിൽ കണ്ടിന്യൂസ് ചെയ്തു പോവുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഡെയിലി കണ്ടൻറ് ഇടാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ മുമ്പിട്ട ഫോട്ടോസ് ഷെയർ മെമ്മറി സെർച്ച് കൊടുക്കുമ്പോൾ മെമ്മറീസ് വരും. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അത് വേണമെങ്കിൽ സ്റ്റോറി ഇടാം, അത് വേണമെങ്കിൽ പോസ്റ്റ് ഇടാം. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വെറൈറ്റി ഫോട്ടോസ്, നാച്ചുറായിട്ടുള്ള ഫോട്ടോസ് അങ്ങനെ ഇടാം. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ചെറിയ അറിവ് നിങ്ങളായിട്ട് തന്നെ ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ
എല്ലാവർക്കും നല്ല വരട്ടെ. താങ്ക് യു.